നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. പ്രകൃതി കറുത്ത മൂടുവിടമിട്ട ഒരു കാലം. സൂര്യകിരണങ്ങൾ ഭൂമിയിൽ പതിക്കാൻ അനുവദിക്കാതെ കാർമേഘങ്ങളും മാമരങ്ങളും ഇടതൂറുന്ന ആ പഴയ കാലം. തുള്ളിക്കൊരുകുടം പോലെ കോരിച്ചൊരിയുന്ന പേമാരി. റോഡില്ല, വാഹനങ്ങളില്ല, ആളുകൾ അധികമില്ല. സ്വൈരവിഹാരം നടത്തുന്ന വന്യമൃഗങ്ങളുടെ കൂട്ടങ്ങൾ മാത്രം. ഈ വന്യവനമേഖലകളിൽ പൊന്നു വിതയ്ക്കാൻ സ്വപ്നങ്ങൾക്കൊരുത്ത മനസ്സുമായി അവർ കുന്നുകൾ താണ്ടി. പ്രകൃതിയുടെ ക്രൂദ്ധനോട്ടത്തിൽ പകച്ചു പോകാത്ത മനസ്സുമായി അവർ അതിജീവനത്തിന്റെ പാതകൾ വെട്ടിത്തുറന്നു. കാലത്തിന്റെ നെരിപ്പോടുകൾക്കും പ്രകൃതിയുടെ താണ്ഡവത്തിനും കുടിയേറ്റ ജനതയുടെ മനസ്സടർത്താൻ കഴിഞ്ഞില്ല. കാരിരുമ്പിന്റെ ശക്തി ആർജിച്ച് അവർ ഭൂമിയെ പാകപ്പെടുത്തി. ഉഴുതുമറിച്ച മണ്ണിലവർ വിത്തുകൾ പാകി പൊന്നുവിളയിച്ചു. അടർന്നിടറി വീഴുന്ന മനസ്സുകൾക്ക് കരുത്തേകാൻ അവർ കർത്താവിനെ കൂട്ടുപിടിച്ചു. ആത്മീയ നിറവിന്റെ ഉറവിടം തേടിയ അന്നത്തെ ആ ജനത ഒത്തൊരുമിച്ച് നിന്നതിന്റെ ഫലമാണ് ഇന്ന് ഈ കാണുന്ന ആലാറ്റിൽ സെന്റ് മേരീസ് ദേവാലയം. അനുഗ്രഹവർഷത്തിന്റെ പതിറ്റാണ്ടുകൾ പൂർത്തീകരിച്ച് സുവർണ ജൂബിലിയുടെ നിറവിൽ ഇന്ന് ഈ നാടിന്റെ യശസ്സുയർത്തി ഗിരിനിരകൾക്കുമേൽ ഈ കുരിശ് പ്രഭ ചൊരിയുന്നു. വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ജനതയുടെ ആത്മാവിഷ്കാരമായിരുന്നു ഈ ദേവാലയം. ഇന്നും അതിൻ്റെ എല്ലാ നിറവോടും കൂടി ദൈവീകാംശം വഴിഞ്ഞൊഴുകുന്ന ആത്മീയ ആലയമായി ഈ പ്രദേശത്തിൻ്റെ ഐശ്വര്യമായി ഇത് നിലകൊള്ളുന്നു. ആലാറ്റിൽ ഇടവകയുടെ കുടിയേറ്റ ചരിത്രത്തിലേക്ക് നമ്മൾ കണ്ണോടിച്ച് നോക്കുമ്പോൾ ദൈവപരിപാലനയുടെ അദൃശ്യമായ കരങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ദർശിക്കുവാനായിട്ട് സാധിക്കും. തിരുവിതാംകൂറിൽ നിന്ന്, വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഈ മലയോര മേഖലയിലേക്ക്, വനാന്തര പ്രദേശത്തേക്ക് കുടിയേറി പാർത്ത നമ്മുടെ പൂർവികർക്ക് കൈമുതലായിട്ടുണ്ടായിരുന്നത് ദൈവവിശ്വാസവും ദൈവാശ്രയബോധവും മാത്രമായിരുന്നു. അടിയുറച്ച വിശ്വാസത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഈ മലയോര മേഖലയിൽ വന്യമൃഗങ്ങളോട് പോലും പടവെട്ടി കനകം വിളയിച്ച ഒരു വലിയ ത്യാഗത്തിൻ്റെ കഥയാണ് ആലാറ്റിൽ ഇടവകയുടെ കുടിയേറ്റ ചരിത്രം. നമുക്കറിയാവുന്നതുപോലെ 1950കളിലാണ് ആലാറ്റിൽ പ്രദേശത്തേക്ക് ക്രൈസ്തവരുടെ ആദ്യ കുടിയേറ്റം നടക്കുന്നത്. 8 കുടുംബങ്ങളാണ് ഈ ആലാറ്റിൽ പ്രദേശത്തേക്ക് ആദ്യമായിട്ട് കുടിയേറ്റക്കാരായി കടന്നു വരുന്നത്. അവർ ഇവിടെ വരുമ്പോൾ അവർക്ക് വേണ്ടി ആത്മീയ ശുശ്രൂഷകൾ നിർവഹിക്കുവാനായി ഇവിടെ വൈദികരുടെ സാന്നിധ്യം ഇല്ലായിരുന്നു. അവരുടെ ആത്മീയ കാര്യങ്ങൾക്കായി അന്ന് ആശ്രയിച്ചിരുന്നത് ആത്മീയ ശുശ്രൂഷകൾ നടത്തിക്കൊണ്ടിരുന്ന പേരിയ ദേവാലയമായിരുന്നു. അവിടെയും കോഴിക്കോട് രൂപതയുടെ കീഴിലുള്ള ഈശോ സഭക്കാരായ വൈദികരാണ് അവിടെ വന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചു പോന്നത്. ഈ അവസരത്തിൽ ഏറെ നന്ദിയോടെ ഓർക്കേണ്ട 2 വൈദികർ
ബഹുമാനപ്പെട്ട CRO അച്ഛനും ബഹുമാനപ്പെട്ട ബ്രഗാൻസോ അച്ഛനുമാണ്. അവർ രണ്ടുപേരും ഈ ആലാറ്റിൽ പേരിയ പ്രദേശത്തിലെ ദൈവജനത്തിൻ്റെ ആത്മീയ കാര്യങ്ങളിൽ ഏറെ വ്യാപൃതരാകുകയും അവർക്ക് വേണ്ട ആത്മീയ ശുശ്രൂഷകൾ 1950 കാലഘട്ടത്തിൽ ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഗതകാല സ്മൃതികളിൽ ഓർമ്മകൾ പൂക്കുന്ന വരും കാലത്തിനെ ഓർമ്മിച്ചെടുക്കുന്നു കുറച്ചു കൂട്ടുകാർ. കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. വില പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. കൈപ്പാർന്ന വേദനകൾക്കപ്പുറം മധുരത്തിൻ സൗഖ്യമുണ്ടതോർക്കണം. കൈപ്പാർന്ന വേദനകൾക്കപ്പുറം മധുരത്തിൻ സൗഖ്യമുണ്ടതോർക്കണം. മാനത്തേക്കാൾ മേഘമപ്പുറം സൂര്യപ്രഭയുണ്ടെന്നതോർക്കണം. വിശ്വാസത്തോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. വില പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. ഇരുളാർന്ന രാവുകൾക്കുമപ്പുറം പുലരിതൻ ശോഭയുണ്ടതോർക്കണം. ഇരുളാർന്ന രാവുകൾക്കുമപ്പുറം പുലരിതൻ ശോഭയുണ്ടതോർക്കണം. കൈകൊള്ളും തിരമാലയ്ക്കപ്പുറം ശാന്തി നൽകുമേശുണ്ടതോർക്കണം.
വിശ്വാസത്തോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. ക്രൈസ്തവ ധർമ്മ പതാകയതേന്തി സ്നേഹത്തിൻ പുതുകാഹളമോതി മോചകരേശുവിനടികളിലുണരും ശക്തി തരംഗം കേസീവയ്യം. യുഗശക്തി, ഇത് യുഗശക്തി. മാനവമോചനരണശക്തി, മാനവമോചനരണശക്തി, മാനവമോചനരണശക്തി. 1987 സെപ്റ്റംബർ 26 തീയതി ആലാറ്റിൽ ഇടവകയിൽ യുവരശ്മി എന്ന സംഘടന പ്രവർത്തനം ആരംഭിച്ചു. പ്രതികരണശേഷിയും മൂല്യബോധവുമുള്ള ഒരു യുവജനതയെ വാർത്തെടുക്കുവാൻ യുവരശ്മിക്ക് സാധിച്ചിട്ടുണ്ട്. കാലത്തിൻ്റെ മാറ്റങ്ങൾക്കൊപ്പം സംഘടനയ്ക്കും മാറ്റങ്ങൾ സംഭവിച്ചു. കെട്ടും മട്ടും മാറി. പക്ഷേ കേരള കാത്തലിക് യൂത്ത് മൂവ്മെൻറ്റ് എന്ന വികാരത്തിൽ അധിഷ്ഠിതമായി ചുവടുറച്ചതോടെ KCYM സംഘടനയ്ക്ക് ശക്തി കൂടി. മികവുറ്റ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ആലാറ്റിൽ ശാഖ ഇന്നും നിലനിൽക്കുന്നു. സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലും കലാകായിക രംഗങ്ങളിലും വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ ആലാറ്റിൽ KCYM യൂണിറ്റിന് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കരുത്തുറ്റ വർഷമായിരുന്നു ഈ വർഷം, കടന്നുപോയ ഈ വർഷം. സുവർണ ജൂബിലിയുടെ നിറവിൽ നിന്ന ഇടവകയിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ KCYM സംഘടന നടത്തിയിട്ടുണ്ട്. സുവർണ ലിപികളിൽ എഴുതപ്പെട്ട ഈ വർഷങ്ങളിൽ തന്നെ ആലാറ്റിൽ KCYM യൂണിറ്റ് 3ാം തവണയും മേഖലയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി വിജയഗാഥ തുടരുകയാണ്. വിജയത്തിൻ്റെ കുതിപ്പിൽ കൂട്ടായി നിൽക്കുകയും കിതയ്ക്കുമ്പോൾ താങ്ങായും തണലായി നിന്ന പുരോഹിതർക്കും സിസ്റ്റേഴ്സിനും ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. ഭാരതമേ നിൻ രക്ഷ നിന്മക്കളിൽ എന്ന ലയോ 13 മാർപ്പാപ്പയുടെ വാക്കുകൾ ആദർശവാക്യമായും സ്നേഹം, ത്യാഗം, സേവനം, സഹനം എന്നീ മുദ്രാവാക്യങ്ങളുമായി ബാലകന്മാരെയും യുവതി-യുവാക്കളെയും ഒരേ ചരടിൽ കോർത്തിണക്കിക്കൊണ്ട് ആധ്യാത്മികവും സാമൂഹികവും സാംസ്കാരികവുമായ വിവിധ മേഖലകളിൽ മുന്നേറുന്ന ഒരു പ്രേക്ഷിത സംഘടനയാണ് ചെറുപുഷ്പ മിഷൻ ലീഗ്. 1971 ഒക്ടോബർ മാസത്തിൽ 150ഓളം അംഗങ്ങളുമായി ആലാറ്റിൽ ശാഖ പ്രവർത്തനം ആരംഭിച്ചു. വിജയത്തിൻ്റെ പാതയിൽ പരാജയത്തിൻ്റെ കയ്പുനീർ രുചിക്കാതെ ഇന്ന് ആലാറ്റിൽ ശാഖ 250ഓളം അംഗങ്ങളുമായി പടർന്ന് പന്തലിച്ചു നിൽക്കുന്നു. കലാ സാഹിത്യ മത്സരങ്ങളിൽ മറ്റു ശാഖകളെ നിശബ്ദരാക്കിക്കൊണ്ട് എല്ലാ വർഷവും വിജയം ആഘോഷിക്കുക എന്നത് പതിവ് സംഭവമായിരിക്കുന്നു. മിഷൻ ലീഗിൻ്റെ ആഭിമുഖ്യത്തിൽ ധാരാളം പ്രവർത്തനങ്ങൾ ഈ ശാഖയിൽ നടന്നു വരുന്നുണ്ട്. രോഗി സഹായം, ആതുരാലയ സന്ദർശനം, വിദ്യാഭ്യാസ സഹായം, ഭവന നിർമ്മാണം, ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയിൽ മിഷൻ ലീഗിൻ്റെ സാന്നിധ്യം വളരെ വലുതാണ്. ഇടവകയുടെ തിരുനാളുകളിലും പ്രവർത്തനങ്ങളിലും മിഷൻ ലീഗ് വ്യക്തിമുദ്ര പതിപ്പിക്കുന്നു. കരുണേടിയ വർഷത്തിൽ എല്ലാ ഭവനങ്ങളിലേക്കും ഓരോ കുടുക്കകൾ വീതം കൊടുത്ത് ഭവന നിർമ്മാണത്തിനായി ഒരു തുക സമാഹരിക്കാൻ മിഷൻ ലീഗിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ സാധിക്കുന്നു. ഓരോ വർഷം കഴിയും തോറും മാറ്റങ്ങളിലൂടെയും വർണ്ണശബളമായി മുന്നേറുകയാണ് ആലാറ്റ് ശാഖ.
ദൈവിക ചൈതന്യത്തിൻ്റെ ചേതനകൾ പ്രപഞ്ച സൃഷ്ടികളിൽ നിറയുമ്പോൾ ആ ചൈതന്യത്തിൻ്റെ ഉത്ബോധനവുമായി പ്രിയ കൂട്ടുകാർ.
1966 രൂപം കൊണ്ട ആലാറ്റിൽ ഇടവകയെ സംബന്ധിച്ചിടത്തോളം 2015-16 വർഷങ്ങൾ ആലാറ്റിൽ ഇടവകയുടെ സുവർണ ജൂബിലി വർഷമായിട്ട് ആചരിക്കുകയുണ്ടായി. അതിനോടനുബന്ധിച്ച് സുവർണ ജൂബിലി വർഷത്തിലെ ഉദ്ഘാടന കർമ്മം ബഹുമാനപ്പെട്ട വികാരി ജനറൽ മോൺസിഞ്ഞോർ മാത്യു മടപ്പള്ളിക്കുന്നലച്ചൻ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. ഈ ജൂബിലി വർഷത്തിൽ ധാരാളം കർമ്മപരിപാടികൾ ഇടവക വികാരി തോമസ് കുറ്റിക്കാട്ട് കുന്നേലച്ചൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയുണ്ടായി. ഒരു ആയുർവേദ മെഡിക്കൽ ക്യാമ്പ്, ക്ഷീരസംഗമം, കർഷക മേള മുതലായ പരിപാടികൾ ഈ വർഷത്തിൽ സംഘടിപ്പിക്കുകയുണ്ടായി. ജൂബിലി വർഷത്തിലെ സമാപന സമ്മേളനം അഭിമന്യ പിതാവ് ജോസ് പൊരുന്നേടം 2016 മെയ് 22 നടത്തുകയുണ്ടായി. ജൂബിലി വർഷത്തെ തിരുനാളുകൾ സമുചിതമായി ആഘോഷിക്കാനും അതുപോലെ തന്നെ മറ്റ് പരിപാടികൾ വളരെ ഭംഗിയായി നടത്തുവാനും ഈ അവസരത്തിൽ സാധിച്ചു. സാത്താനെ ചെറുക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗമാണ് കുരിശുവര. നെറ്റിയിൽ കുരിശു വരയ്ക്കുമ്പോൾ ചിന്തകൾ ദൈവികമാവുകയും അധരത്തിൽ കുരിശു വരയ്ക്കുമ്പോൾ നല്ലതു പറയുവാനും ഹൃദയത്തിൽ കുരിശു വരയ്ക്കുമ്പോൾ മനസ്സ് നിർമ്മലമാവുകയും ചെയ്യും. കുരിശുവരയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് കൊച്ചുകൂട്ടുകാർ. രാവിലെ ഉണരും നേരം കുരിശു വരയ്ക്കാം കൂട്ടരെ, കുരിശടയാളം കൃപയാണേ സാത്താനെതിരെ ആയുധം. രാവിലെ ഉണരും നേരം കുരിശു വരയ്ക്കാം കൂട്ടരെ, കുരിശടയാളം കൃപയാണേ സാത്താനെതിരെ ആയുധം. നെറ്റിയിൽ കുരിശു വരയ്ക്കുമ്പോൾ ചിന്തകൾ ദൈവികമായിടും. അധരെ കുരിശു വരയ്ക്കുമ്പോൾ നല്ലതു പറയാൻ കൃപ നിറയും. നെറ്റിയിൽ കുരിശു വരയ്ക്കുമ്പോൾ ചിന്തകൾ ദൈവികമായിടും. അധരെ കുരിശു വരയ്ക്കുമ്പോൾ നല്ലതു പറയാൻ കൃപ നിറയും. ഹൃദയെ കുരിശു വരയ്ക്കുമ്പോൾ മനസ്സതു നിർമ്മലമായിടും. വിശുദ്ധ കുരിശിൻ മുദ്രയതിൽ സംരക്ഷണം അവനേകിടും. ഹൃദയെ കുരിശു വരയ്ക്കുമ്പോൾ മനസ്സതു നിർമ്മലമായിടും. വിശുദ്ധ കുരിശിൻ മുദ്രയതിൽ സംരക്ഷണം അവനേകിടും. തമ്പുരാനേ വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ ശത്രുവിൽ നിന്നും രക്ഷിക്കാം തമ്പുരാനേ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ ശത്രുവിൽ നിന്നും രക്ഷിക്കാം തമ്പുരാനേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആലാറ്റിലെ ഇടവക ആരംഭിച്ചത് 1966 ഫാദർ ജോർജ് കഴിക്കിച്ചാലി അച്ഛൻ്റെ നേതൃത്വത്തിൽ ആയിരുന്നു. എന്നിരുന്നാൽ തന്നെയും ആലാറ്റിലെ മതബോധന പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ ആരംഭിച്ചത് 1968 ഫാദർ ജോസ് കരിക്കാട്ടിയണി അച്ഛൻ്റെ നേതൃത്വത്തിലായിരുന്നു. അന്ന് വളരെ ചുരുങ്ങിയ
ഇടവാംഗങ്ങൾ മാത്രമായിരുന്നു ഇവിടെ താമസത്തിനുണ്ടായിരുന്നത്. ആലാറ്റിലെ ആരാധനാ സന്യാസ സമൂഹത്തിലെ സിസ്റ്റർ സ്നോ മേരിയമ്മ, സിസ്റ്റർ പക്രീഷ്യ, അതുപോലെ തന്നെ മാത്യു കാരന്തൊള്ളിൽ, ജോസഫ് കല്ലിങ്കൽ, ജോസഫ് മാടശ്ശേരി പുത്തമ്പുര തുടങ്ങിയ അധ്യാപകരുടെ നേതൃത്വത്തിലായിരുന്നു ആലാറ്റിലെ മതബോധന പ്രവർത്തനങ്ങൾ ഭംഗിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് ആ അധ്യാപകർ മാറി പുതിയ ഒരു മതാധ്യാപക ടീം ആലാറ്റിലെ ഇടവകയിലെ മതബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാനായിട്ട് തുടങ്ങി. അതിൽ പ്രധാന അധ്യാപകനായിട്ട് ദീർഘകാലം ആലാറ്റിലെ ഇടവക സമൂഹത്തിൽ ഇന്നോളം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു ജോയി കൊച്ചുപാറയ്ക്കൽ. അദ്ദേഹം പ്രധാന അധ്യാപകനായി നിരവധി വർഷം സേവനങ്ങൾ ചെയ്തു.